അപ്പോൾ കലോത്സവം അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് വലിയ ആവേശത്തിലൊക്കെ എത്തി നിൽക്കുകയാണ്. ഓരോ ജില്ലയും ഇങ്ങനെ കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ്. ഏത് ജില്ല കപ്പടിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇന്ന് കഥാപ്രസംഗം നടക്കുന്ന ഒരു വേദി കൂടിയാണിത്. അപ്പോൾ നിറഞ്ഞ സദസ്സിൽ എപ്പോഴും കയ്യടികൾ വാരിക്കൂട്ടുന്ന ഒരു ഇനമാണ് കഥാപ്രസംഗം. എന്ത് തോന്നുന്നു? സാറിൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാജീവ് നരിക്കൽ, കാഥികനാണ്. ഞാനും ഈ കലോത്സവ വേദിയിലൂടെ ഈ രംഗത്തേക്ക് വന്ന ഒരാളാണ്. അന്നത്തെ ആവേശം ഇന്ന് ഒട്ടും ചോർന്നിട്ടില്ല. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മത്സരിക്കാനെത്തി. ഇന്ന് നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ച് വേദികളിലേക്ക് എത്തിക്കുന്നു. അതാണ് ഈ കലോത്സവമായിട്ടുള്ള എനിക്കുള്ള വലിയൊരു ബന്ധം. അപ്പം അന്നത്തെ ആവേശം ഇന്ന് നിലനിൽക്കുന്നു. നിരവധി പ്രതിഭകളെ കലോത്സവം നമ്മുടെ കലാരംഗത്ത് സംഭാവന ചെയ്യുന്നുണ്ട്. നിരവധി എത്രയോ പേരാണ് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. സന്തോഷം. കഥാപ്രസംഗ വേദിയിലൂടെയാണ് ഞാൻ കലോത്സവത്തിൽ പങ്കെടുക്കുകയും പിന്നെ കഥാപ്രസംഗ രംഗത്ത് അതുവഴിയാണ് കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത്. കഥാപ്രസംഗം ഇന്നും കുട്ടികളുടെ ഈ ഗംഭീരമായ മത്സരം കാണുമ്പോൾ വളരെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ആ ഓർമ്മകളിലേക്ക് പോകാറുണ്ട്. പിന്നെ ഒരു വലിയൊരു വിഷമം ഇത്തരം ഇപ്പോൾ ഈ കഥാപ്രസംഗം പോലെയുള്ള ജനകീയ കലകളെ പിന്നെ ഈ കൈരളി ഒഴികെ വേറെ ഒരു ചാനലുകളും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല ഉള്ളതാണ്. കാരണം കൈരളി ടി വിയിലെ കഥ പറയുമ്പോൾ ഒന്ന് റിയാലിറ്റി ഷോ, ഇപ്പോൾ ഞാനതിൽ പങ്കെടുത്ത ഒരാളാണ്. ഇപ്പോൾ കഥാപ്രസംഗ കലയ്ക്ക് ഒരു രണ്ടാം വരവാണ് അത് നൽകിയത്. എന്നുവെച്ചാൽ പ്രേക്ഷകർ ഒന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കഥാപ്രസംഗ കലയോടുള്ള വിമുഖതയൊന്നുമല്ല, മറിച്ച് അതിന് വേണ്ടത്ര പ്രചാരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സന്തോഷം. അപ്പോൾ ഞാൻ ഈ കലോത്സവത്തിന് വന്നപ്പം ഈ കഥാപ്രസംഗ വേദിയിൽ വന്നപ്പം എനിക്ക് കണ്ട ഒരു കാര്യമാണ്, കൂടുതലും പെൺകുട്ടികളാണ്. ഒരു ആൺകുട്ടിയെ പോലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ എല്ലാ രംഗത്തും ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആൺകുട്ടികൾ ഈ രംഗത്തേക്ക് വരാത്തതിൻ്റെ കാരണം അങ്ങനെ എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കലയ്ക്കും ഈ പറഞ്ഞ വിവേചനം, നമ്മൾ ജെൻഡറിൻ്റെ രീതിയിലുള്ള ഒരു വിവേചനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്ന ഒരു കലാരൂപമാണ്. പാട്ട്, പ്രസംഗത്തിലുള്ള ഇതിലുള്ളൊരു ചാതുര്യം, പിന്നെ അഭിനയിക്കാനുള്ള കഴിവ്, പിന്നെ ഈ പറഞ്ഞ 15 മിനിറ്റിൻ്റെ ഒരു സ്ക്രിപ്റ്റ് മനഃപ്പാഠമാക്കി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒന്നും ഒരു ഈസിയായ ഒരു കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിന പ്രയത്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാൻ എത്ര പേര് ശ്രമിക്കുന്നു എന്നുള്ളതിന് അതിന് ജെൻഡറിൻ്റെ ഒരു ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കാം അതിന് വേണ്ടി ഒരു കൂടുതൽ പ്രയത്നം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പല ഐറ്റംസ് എടുത്താൽ, അത് കഥാപ്രസംഗം മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പൊതുവേ പല ഐറ്റംസ് എടുത്താലും പെൺകുട്ടികളുടെ ഒരു പ്രാതിനിധ്യമാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. അത് കഥാപ്രസംഗത്തിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഫഷണൽ വേദികൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പുരുഷന്മാരാണ് ഈ രംഗത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ മത്സരവേദികളിൽ പണ്ട് കാലം കൊണ്ട്, ഞാൻ 2008 10ാം ക്ലാസ്സിൽ മത്സരിച്ച ആളാണ്, അന്നത്തെ വിന്നറായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അന്നും ഇത് തന്നെയാണ്, പെൺകുട്ടികൾ തന്നെയായിരുന്നു കഥാപ്രസംഗത്തിൽ അന്നും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും തുടരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും നല്ല കഴിവുള്ള, നല്ലപോലെ സംസാരിക്കാനും പാടാനും അഭിനയിക്കാനും കഴിവുള്ള ആൺകുട്ടികളുണ്ട്. ചിലപ്പോൾ ഇതിന് വേണ്ടിയുള്ളൊരു എഫേർട്ട് ഇട്ട് മുമ്പോട്ട് വരാൻ തയ്യാറാവാത്തതോ അവർക്കതിനുള്ള അവസരങ്ങൾ കൂടെയുള്ളവർ ഒരുക്കി കൊടുക്കാത്തതോ ആയിരിക്കണം. ഒത്തിരി സന്തോഷമുള്ളൊരു വേദിയാണിത്, ഈ 63ാമത് സ്കൂൾ കലോത്സവം. കഥാപ്രസംഗം എന്ന കലയ്ക്ക് ജന്മസിദ്ധമാണ് അതിൻ്റെ ഒരു ആസ്വാദ്യത. മനുഷ്യന് പാട്ട് കേൾക്കാനും കഥ കേൾക്കാനുമുള്ള വാസന ജന്മസിദ്ധമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് വിട്ടൊഴിയില്ല. പക്ഷേ പുതിയ കാലത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോഴേക്കും കഥാപ്രസംഗ രംഗത്തേക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആണുങ്ങളല്ല. സാംബശിവൻ എന്ന് പറഞ്ഞ വിഖ്യാതനായ കാഥികൻ, കെടാമംഗലി സദാനന്ദൻ, ഇടക്കൊച്ചി പ്രഭാകരൻ, ഇവരൊക്കെ അനുഷ്ഠിച്ച ഒരു കഥാപ്രസംഗ യാത്രയുണ്ട്. ഈ മണ്ണിനെ ഉഴുതുമറിച്ച സാംസ്കാരിക പ്രബുദ്ധമായ കഥകൾ അവതരിപ്പിച്ച കാഥികരാണ്. പുതിയ കാലത്തിൻ്റെ കൈകളിലേക്ക് ഈ കഥാപ്രസംഗ കല അങ്ങ് കൈമാറി കഴിയുമ്പോഴേക്കും പെണ്ണുങ്ങൾ മാത്രമാണ് ഈ രംഗത്ത് കാണാൻ കഴിയുക. ആണുങ്ങൾ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. അവരുടേതായ ഒരു ആരോഗ്യപരമായ പ്രശ്നം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികൾ ഇതിനൊരു ഡെഡിക്കേഷനാണ്. പക്ഷേ അവരുടെ ഒരു കുറവ് ഞങ്ങൾ കാണുന്നത്, കഥാപ്രാസംഗികരായി വലിയ പ്രൈസ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെ നിലനിന്ന് പോകാനായിട്ടുള്ള ചുറ്റുപാട്, നമ്മുടെ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകളൊക്കെ വേദിയില്ലാത്തൊരു സ്ഥിതിയിൽ ഞങ്ങളിതുമായി പ്രൊഫഷനിലേക്ക് വന്നിട്ട് ജീവിക്കാനായിട്ടുള്ള മാർഗ്ഗമില്ല. പക്ഷേ പ്രബോധനം അരുളുന്നൊരു കലയാണ് ഇവിടുത്തെ മയക്കുമരുന്ന്, ഇവിടുത്തെ മറ്റ് അനാശാസ്യങ്ങൾ, എന്തൊക്കെ സാമൂഹിക വിപത്തുകളുണ്ടോ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇൻസ്റ്റൻ്റായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നെഞ്ചിടിച്ച് കേൾപ്പിക്കാൻ കഴിയുന്ന ഒറ്റക്കല കഥാപ്രസംഗമാണ്. 100 വർഷം തികയുകയാണ്. 1924 ആരംഭിച്ച് കലാരൂപത്തിൻ്റെ 100 വർഷം തികയുമ്പോഴേക്കും
ഈ മത്സരവേദികൾ ഞാനിപ്പോൾ ഹയർ സെക്കൻഡറി കേട്ടായിരുന്നു, ഹൈസ്കൂള് മത്സരം ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് കഥകളുടെ ഒരു പുതിയ വൽക്കരണം അതവരിലില്ല. ഒരു പുതിയ കഥ അന്വേഷിച്ച് പോകുന്ന ഒരു രീതി കാണാനേ ഇല്ല. അപ്പോൾ പഠിപ്പിക്കുന്നവർ ശ്രദ്ധിക്കണം. എന്നെങ്കിലും ഒരു ചക്ക വീണ് മുയലിയെത്തു എന്ന് പറഞ്ഞ് ആ കഥയുമായിട്ട് 7ാം ക്ലാസ് മുതൽ അങ്ങ് +2 വരെ പോകാമെന്നുള്ള ഒരു ധാരണ ഒരു നല്ലൊരു ആശാസ്യമായ സഞ്ചാരമല്ല. പുതിയ കഥകൾ കണ്ടെത്തുക, പുതിയ പാട്ട്, അതിൻ്റെ ഭാവത്തനിമ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജനം അനങ്ങാതിരുന്നുകൊള്ളും. ഇവരിലൂടെയാണ് ഇനി കഥാപ്രസംഗം നിലനിൽക്കേണ്ടത്. ഇപ്പോൾ ഇക്കാലം അത്രയും നിലനിന്ന കാഥികർ ഇനി അവർ എത്ര വർഷം സഞ്ചരിക്കാനുണ്ട്? അവരുടെ കാലം കഴിഞ്ഞാൽ തീർന്നു. ഈ കലയെ ശരിയായ രീതിയിൽ കൊണ്ടു നടക്കേണ്ടത് അവരാണ്, ഈ വരുന്ന തലമുറയാണ്. ആ തലമുറയ്ക്ക് വേദി ഒരുക്കേണ്ട ഉത്തരവാദിത്വം സാംസ്കാരിക തലങ്ങളിലും നമ്മുടെ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ശില്പശാല നടത്തുക, ഇവർക്കായിട്ടുള്ള വേദികൾ ഒരുക്കുക, അവർക്ക് ഇതുകൊണ്ട് ജീവിച്ച് പോകാം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധമായി കുറേ കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കാം എന്ന ബോധ്യം അവരിൽ ഒന്ന് രൂഢമൂലമായാൽ ഇത് സുഭിക്ഷമായിട്ട് കഥാപ്രസംഗക്കല ജീവിക്കും. കലോത്സവത്തിൻ്റെ വേദിയിലാണ്, അതിൽ കഥാപ്രസംഗം നടക്കുന്ന ഒരു വേദി കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ കഥാപ്രസംഗം നടത്തുന്നത്. ആൺകുട്ടികളുടെ എണ്ണം, ആൺകുട്ടികളെ കാണാനേ ഇല്ല, കൂടുതലും പെൺകുട്ടികളാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? പൊതുവേ ആൺകുട്ടികൾ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും മുൻനിരയിൽ നിൽക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. പ്രത്യേകിച്ച് കഥാപ്രസംഗ വേദിയിലെന്ന് പറയുമ്പോൾ കഥ പറയാനും അത് അവതരിപ്പിക്കാനും പാട്ട് പാടാനും എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് കഥാപ്രസംഗം അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ഡാൻസിൽ തന്നെ മികച്ചു നിൽക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഭരതനാട്യമാണെങ്കിലും മോഹിനിയാട്ടാണെങ്കിലും ഫോക്ക് ഡാൻസ് ആണെങ്കിലും ഒക്കെ അതിൽ എല്ലാ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ കഥാപ്രസംഗത്തിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് അധ്യാപകരാണെങ്കിലും പെൺകുട്ടികളെയാണ്. എന്ന് വെച്ച് ആൺകുട്ടികൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അത്രത്തോളം അധ്യാപകർ ശ്രമിക്കുന്നില്ല. മാത്രമല്ല കുട്ടികൾ അതിന് തുനിയുന്നുമില്ല എന്നാണ്. പക്ഷേ എല്ലാം കൊണ്ട് കഴിവുള്ള മക്കളാണ്. ഇപ്പോൾ ആൺ പെൺ വേർതിരിവില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. ശ്രമിച്ചാൽ ഇനിയും നമുക്ക് പുതിയ കാഥികന്മാരെ ഈ തലമുറയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.